Hello guys, welcome back to our channel. This is me with Mallu episode. My dear മുത്തുമണികളെ, നമ്മൾ ഇന്ന് നറൂട്ടോ സീസൺ 1-ലെ 7ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഇപ്രാവശ്യം കാടും മലയും താണ്ടി കുടിയനപ്പൂപ്പന്റെ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ നറൂട്ടോയ്ക്കും കൂട്ടർക്കും പറ്റിയ പൊട്ടത്തരങ്ങളും തിരിച്ചടികളും ഒക്കെ പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. ആരും മിസ്സാക്കാൻ പാടില്ലാത്ത അത്രയും രസമുള്ളൊരു എപ്പിസോഡാണ്. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാരും തന്നെ ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നെല്ലാം. അങ്ങനെ കുടിയനപ്പാപ്പനെ ഉപദ്രവിക്കാൻ വന്ന എല്ലാവരെയും തല്ലി സൈഡാക്കിയിട്ട് നമ്മുടെ ആൾക്കാര് ഒരു തോണിയില് നദിയിലൂടെ അപ്പാപ്പന്റെ പ്ലേസ് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരെ അതാ അപ്പാപ്പൻ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ബ്രിഡ്ജ് നമ്മുടെ നറൂട്ടോയ്ക്കും കൂട്ടർക്കും കാണാൻ സാധിക്കും. ടാസിനെ തീർക്കുന്ന ആ ഒരു വലിയ ബ്രിഡ്ജ് കണ്ട് നമ്മുടെ നറൂട്ടോ കുട്ടന് ഒന്ന് ചിരിക്കണം, ചാടണം, തുള്ളണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ഇനിയും ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കും കാക്കാശി എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാക്കുന്ന എഞ്ചിൻ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് നമ്മുടെ ആള് കണ്ണ് തള്ളി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാക്കാശിയുടെ മനസ്സില് ഇപ്പോഴും എന്തിനാണ് വില്ലന്മാര് നമ്മുടെ കുടിയൻ അമ്മാവനെ തട്ടാൻ വന്നതെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. നേരെ അമ്മാവന്റെ അടുത്ത് ചെന്നിട്ട് സത്യം പറ, എന്തിനാണ് അവര് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ വെള്ളത്തിലിടുന്നു പറഞ്ഞ് ആളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. നോ, ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് കുടിയനമ്മാവൻ ഒന്നൊന്നായി പറയാൻ ആരംഭിക്കും. കാക്കാശി വെറുതെ ഒന്ന് ഇട്ടതാണെങ്കിലും സംഭവം ഗൗരവമുള്ളതാണെന്ന് മാസ്റ്റർ കാക്കാശിക്കും മനസ്സിലാകും. ഇത് അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, അതുക്കും മേലെ തന്നെയാണ്. വലിയൊരു ബിസിനസ് മാഗ്നറ്റിന് എന്നോട് അതിയായ അസൂയാണ്. അവനാണ് എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അവന്റെ പേരറിയാം, ഷിപ്പിംഗ് മാഗ്നറ്റ് എന്ന് പേരുള്ള ഘാട്ടു. ഈ കാര്യം കേട്ട് സാക്ഷാൽ കാക്കാക്ഷി വരെ ഒരു നിമിഷത്തേക്ക് ഷോക്കായി പോവും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നന്മാരില് മുൻനിരയിലാണ് ഈ പറഞ്ഞ ആള്. ഒരുപാട് ഷിപ്പിംഗ് കമ്പനീസ്, ഒരുപാട് നിഞ്ചാസ്, അങ്ങനെ വലിയൊരു സാമ്രാജ്യം തന്നെ അവന്റെ പക്കലുണ്ട്. അതും പോരാഞ്ഞ് മറ്റു വില്ലന്മാർക്കും ആൾക്കാർക്കും വേണ്ട ഡ്രഗ്സും കഞ്ചാവും ഒക്കെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും നമ്മുടെ ഈ ഒരു മെയിൻ വില്ലനാണ് സപ്ലൈ പോലും ചെയ്യുന്നത്. അവന്റെ സിറ്റിയിൽ മാത്രമല്ല, ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ആളാണ്. അവന്റെ കണ്ണ് എപ്പോ ലാൻഡ് ഓഫ് യൂസിൽ പെട്ടോ അന്നു മുതലാണ് ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ പതിയെ പതിയെ ഓരോരുത്തരുമായിട്ട് കണക്ഷനായി അവൻ ഗ്രാമത്തിലേക്ക് വന്നു. പിന്നീട് സിറ്റിയില് ഒരുപാട് കാര്യങ്ങള് അവൻ കൈയടക്കാൻ ആരംഭിച്ചു. ഒരുപാട് മോശ പ്രവൃത്തികൾ ചെയ്തും അതുപോലെ തന്നെ സിറ്റിയിലെ ആൾക്കാരെ ഉപയോഗിച്ചും അവൻ ഒരു പ്രബലനായി തീർന്നു. ചുരുക്കി പറഞ്ഞ ഒട്ടകത്തിന് തല വെക്കാൻ ഇടം കൊടുത്ത അവസ്ഥയായി. ഇപ്പൊ അയർലാൻഡ് മുഴുവനായിട്ട് അവൻ കയ്യിലെടുത്ത് അവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഷിപ്പിംഗ് ചെയ്ത് അയർലാൻഡിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവാണ്. അതും പോരാഞ്ഞ് ഗവൺമെന്റിനെ തന്നെ അവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോ ജനങ്ങളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അവരും ഇപ്പോ അവന്റെ കയ്യിലാണ്. അതിനൊരു വിരാമത്തിനാണ് ഞാൻ ഇത്രയും വലിയൊരു ബ്രിഡ്ജ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രിഡ്ജ് വലിയൊരു അടിയാണ് അവന്. അവന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ട് ജനങ്ങൾ ആ ബ്രിഡ്ജ് വഴി രക്ഷപ്പെടും. അതുണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തില് അവൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രിഡ്ജ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും. മുൻപ് നമ്മൾ അറ്റാക്ക് ചെയ്ത 2 നിഞ്ചാസും തീർച്ചയായിട്ടും അവന്റെ ആൾക്കാരായിരിക്കുമെന്ന് കൂടെ കുടിയനപ്പാപ്പൻ തറപ്പിച്ചു പറയും. ഈ കാര്യങ്ങള് ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് കാക്കാശി പറയുമ്പോ എ ബി മുതലായിട്ടുള്ള ഹെൽപ്പുകൾ തേടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാശ് എനിക്ക് ആവശ്യമാണ്. പക്ഷെ ഇപ്പോ എന്നെ കൊണ്ട് അതിനാവില്ല. കാരണം ഈ ഒരു രാജ്യം മുഴുവനായിട്ടും അവൻ പിടിച്ചെടുത്തു. ജനങ്ങളുടെ കയ്യിലും അതുപോലെ തന്നെ എന്റെ കയ്യിലും 10 പൈസ എടുക്കാനില്ല. അതുകൊണ്ടാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വേറെ വഴിയില്ലാതെ നിങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ടാസിന് അപ്പൂപ്പൻ വീണ്ടും കരഞ്ഞു പറയും. നിങ്ങൾ കൂടെ എന്നെ ഉപേക്ഷിച്ചാല് തീർച്ചയായിട്ടും എന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ എന്ന് കൂടെ ആള് കൂട്ടിച്ചേർക്കും. മരിക്കാൻ എനിക്ക് ഭയമില്ല, പക്ഷെ എന്റെ ചെറിയ മോള് 8 വയസ്സുകാരി, അവൾ ഒറ്റയ്ക്കായി പോവും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആള് തേങ്ങിക്കരയുമ്പോ നമ്മുടെ ആൾക്കാര് ശോകം അടിച്ച് അപ്പാപ്പനെ നോക്കി നിൽക്കും. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ബോഡി ഗാർഡായിട്ട് ഞങ്ങൾ ഉണ്ടാവും പറയുമ്പോ നൈസായിട്ട് നമ്മുടെ കിളവൻ അപ്പാപ്പനാവട്ടെ ഞാൻ ജയിച്ചു എന്ന് മനസ്സിൽ പറയും. വർത്താനം പറഞ്ഞ് ടണല് വഴി അവരിപ്പോ ആ ഒരു സിറ്റിയിലേക്ക് തന്നെ കടന്നെത്തും. വാവ്, മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പൻ സിറ്റി നോക്കി കണ്ടോണ്ടിരിക്കുമ്പോ കാക്കാശി ആവട്ടെ ഇപ്പൊ നമ്മൾ കണ്ടത് വെറും ജൂനിയർ നിഞ്ചാസ് ആണ്. ഇനി വരാൻ പോകുന്നത് സീനിയർ നിഞ്ചാസ് ആയിരിക്കും. എലൈറ്റ് ലെവലിലുള്ള ആൾക്കാര്. നമ്മൾ വളരെയധികം കരുതിയിരിക്കണം എന്ന് പറയുമ്പോ
കാക്കാശിയുടെ മുഖത്തും ചെറിയൊരു ടെൻഷൻ കാണാം. ടെൻഷനൊക്കെ മാറ്റിവെച്ച് വീണ്ടും കാട്ടുവഴിയിലൂടെ നടക്കുമ്പോ നറൂട്ടോയ്ക്ക് സാസുകയോട് ചെറിയൊരു കുശുമ്പടിക്കും. കഴിഞ്ഞ തവണ നീ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് വലിയ ആളായി, ഇത്തവണ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് സാസുകയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടപ്പൻ. കത്തിയെടുത്ത് ചാടി മറിഞ്ഞ് കുട്ടിക്കാരനെ മറിഞ്ഞ് ആ ആ ആ എന്ന് പറഞ്ഞ് വീശുമ്പോ നമ്മുടെ കുടിയൻ അപ്പാപ്പൻ ഒച്ച വെച്ച് അവനെ പേടിപ്പിക്കും. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് സാക്കുറ കുട്ടപ്പന്റെ തലക്കിട്ട് ഒരൊറ്റ ഇടി. അവരെ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് പോയി നോക്കുമ്പോ ഒരു മുയലിപ്പോ കുട്ടപ്പന്റെ കത്തി കണ്ട് പേടിച്ച് താഴെ കിടക്കുന്നത് കാണും. കുട്ടപ്പൻ ഓടിപ്പോയിട്ട് മുയലിനെ എടുത്ത് അയ്യോടെ വാവേ പേടിച്ചു പോയോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുമ്പോഴാണ് അത് സാധാരണ മുയലല്ല, ഒരു സ്നോ മുയലാണ്. അതൊരിക്കലും വെയിലുള്ള സമയത്ത് വരില്ല എന്ന് സാക്കുറ തിരിച്ചറിയാ. മുയലിനെ ഉപയോഗിച്ച് ആരോ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അവര് തിരിച്ചറിയുമ്പോ ദാ കിടക്കുന്നു മരത്തിന്റെ മുകളിലിരുന്ന് വില്ലൻ പയ്യൻസ് ഇവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതായിട്ട് കാക്കാശിക്ക് പിടികിട്ടും. അതും മറ്റാരുമല്ല, കഴിഞ്ഞ സീസണിൽ കണ്ട നീണ്ട കത്തിയുള്ള അതേ വില്ലൻ തന്നെയാണ്. കടക് പടക് എന്ന് സൗണ്ട് കേൾക്കുമ്പോ കാക്കാച്ചി തിരിഞ്ഞു നോക്കുന്ന ആ വേളയില് ഒരു കത്തി അവർക്ക് നേരെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിള്ളേർക്ക് ഇതിപ്പോ എന്താ സംഭവിക്കണെന്നറിയാതെ തെക്ക് വടക്ക് നോക്കുമ്പോ കാക്കാസി ആവട്ടെ കമോൺ ഡൗൺ എന്ന് പറഞ്ഞ് എല്ലാവരോടും കുനിയാൻ ആവശ്യപ്പെടും. ഒരു വിധത്തില് നൈസായിട്ട് കത്തിയിൽ നിന്ന് നമ്മുടെ ആൾക്കാർ എസ്കേപ്പ് ആവും. കത്തി കറങ്ങി കറങ്ങിപ്പോയി ഒരു മരത്തിൽ തങ്ങി നിൽക്കുമ്പോ അതിന്റെ മേലേക്ക് ആ ഒരു വില്ലൻ സ്റ്റൈലായിട്ട് വന്നു നിൽക്കും. കാക്കാസിക്ക് ഈ ഒരു വില്ലനെ ഓൾറെഡി അറിയാം. നറൂട്ടോ കുട്ടപ്പൻ ആവട്ടെ ഇവനേതടാ ഒരു മസിൽ പെരിപ്പിച്ച് കയറ്റിയ വണ്ടുരുട്ടാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും സാസുകയെ വിജയിക്കാനായിട്ട് അനുവദിക്കില്ല, ഞാൻ തന്നെ ഇവനെ അടിച്ച് മൊട്ടയടിക്കുന്നു പറഞ്ഞ് അവനെ നോക്കി മൊരച്ച് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു റോക്ക് നിഞ്ചയാണ്. അതും ഹിഡൻ മിസ്റ്റിൽ ചേർന്നുവെന്ന് പറയുമ്പോ ഏതലവലാതിയാണെങ്കിലും എനിക്കെന്താ, ഞാൻ ഇവനെ അടിച്ചു ചുരുട്ടെന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. നറൂട്ടോ തെറിച്ച് പോകുന്നത് കണ്ട് കാക്കാസി അവനെ തടഞ്ഞ് ഇവൻ വേറെ ലെവൽ നിഞ്ചയാണ്, ഇവനെ തടയാൻ നിന്നെ കൊണ്ടാവില്ല, ഇത്തവണ ഞാൻ തന്നെ കളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് കാക്കാസി ആവട്ടെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. വില്ലൻ നിഞ്ച അവന്റെ മാസ്ക് മാറ്റി നീയല്ലേ സാക്ഷാൽ കാക്കാസി, ആ ഒരു ഷറിങ്ങൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നവെന്ന് പറഞ്ഞ് മാസ്ക് മാറ്റുമ്പോ നമ്മുടെ എല്ലാ പിള്ളേരും അവനെ കണ്ണു തള്ളി നോക്കും. വില്ലന്റെ വാക്ക് കേട്ട് സാസുക ഒന്ന് ഷോക്കാവും. പക്ഷെ സാക്കുറയ്ക്കും നറൂട്ടോയ്ക്കും അതെന്താണെന്ന് പിടികിട്ടില്ല. തീർച്ചയായും ഇതൊരു വലിയ യുദ്ധമാണ്, ആരും ഇതിനടുത്തേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ മാസ്റ്റർ അവന്റെ കണ്ണിലെ ബാൻഡ് അഴിക്കുമ്പോ രക്തനിറത്തില് ഒരടയാളം കാണും. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് പറ്റിയ എതിരാളി എന്ന് പറഞ്ഞ് വില്ലൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ റെഡിയായി നിൽക്കും. തീർച്ചയായും എന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവൻ തന്നെയാണ് കാക്കാസി നീ എന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ ഷെരീക് ടെക്നിക്കോ അതെന്താണ് എനിക്ക് കൂടെ പറഞ്ഞു താ മാമാന്ന് പറഞ്ഞ് കാക്കാസിയെ പിടിച്ച് കുലുക്കാൻ തുടങ്ങും. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയ സാസുക ആവട്ടെ ആ കാര്യം ഷെരീങ്കോ ടെക്നിക്ക് എന്താണെന്ന് നമ്മുടെ കുട്ടപ്പന് പറഞ്ഞു കൊടുക്കും. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നവരുടെ കണ്ണ് ചുമന്ന കളറിലെ കറുത്ത ഡോട്ടിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ പേര് വിഷ്വൽ ജെറ്റ്സു. അതുപയോഗിച്ച് ഏത് ജെറ്റ്സു വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. കറക്റ്റ്, നീ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. പക്ഷെ ഒന്ന് വിട്ടുപോയി, ആ കണ്ണുപയോഗിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ കോപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടെ വില്ലൻ കൂട്ടിച്ചേർക്കും. അതുമാത്രല്ല കാക്കാസി 1000 മേലെ ജെറ്റ്സു അവന്റെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി അടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങള് കാക്കാസിയെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കൂടെ വില്ലൻ കൂട്ടിച്ചേർക്കും. ഞങ്ങളുടെ മാസ്റ്റർ ആള് ചില്ലറക്കാരനല്ല, ഇത്ര വലിയ പുള്ളിയാണോ വിചാരിച്ച് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പെങ്കൊച്ചാവട്ടെ അതിലും ഹാപ്പി. പക്ഷേ സാസുകയ്ക്ക് അപ്പൊ തന്നെ വലിയൊരു കൺഫ്യൂഷൻ ആരംഭിക്കും. ഷെരീങ്ക് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുള്ളൂ, ഉച്ചഹാങ്കിൽ ചേർന്നവർക്ക് മാത്രം. അപ്പൊ അത് ഇവൻ എന്നൊക്കെ പറഞ്ഞ് സാസുക ആലോചിക്കുമ്പോ വില്ലനാവട്ടെ വലിയൊരു പോസ് കൊടുത്ത് ഇനിയും ഫൈറ്റിന് ലാഗ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, കേളവൻ അപ്പൂപ്പനെയും തട്ടി നിങ്ങളെല്ലാവരെയും ഇടിച്ച് തൂഫാനാക്കി എനിക്ക് പോകാൻ സമയമായെന്ന് പറയുമ്പോ പിള്ളേര് 3 പേരും അപ്പൂപ്പനെ റൗണ്ട് ചെയ്ത് നിൽക്കും. ആദ്യം കക്കാശിയെ തീർത്താൽ മാത്രമേ പിള്ളേരുമായി ഏറ്റുമുട്ടിയിട്ട് കിളവന്റെ കഥ കഴിക്കാൻ പറ്റുള്ളൂ. സോ വില്ലൻ ആദ്യം ആ ഒരു കത്തി എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളത്തിൽ ഒറ്റക്കാലി തപസ് ചെയ്യും. അവന്റെ ശരീരത്തിലെ ചക്രാസിനെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരാസനമാണ് ഇപ്പൊ കണ്ടത്. നേരെ ചെന്ന് കാക്കാശിയായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നെഞ്ചത്തിരുന്ന് പൊങ്കാലയിടുന്നു മനസ്സിലാക്കിയ നമ്മുടെ വില്ലൻ അവിടെ കുറച്ച് കൊതുക് വിഷം അടിച്ച് മൊത്തം തന്നെ പുകയാക്കി മാറ്റും. വില്ലന്റെ പ്രധാന കഴിവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറഞ്ഞു നിന്ന് ആക്രമിക്കുക.
പെട്ടെന്ന് ഇൻവിസിബിൾ ആവാനും വിസിബിൾ ആക്കിയിട്ട് അവന്റെ ശത്രുക്കളെ അടിച്ചിടാനുള്ള കഴിവാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്. സൈലന്റ് ആയി വന്ന് കൊല വിളിച്ചിട്ട് പോകുന്ന ഒരടാറ് വില്ലൻ. കാക്കാഷി ഇതുവരെ ആയിട്ടും ആ ഒരു സരീങ്ങൻ ടെക്നിക്ക് മുഴുവനായിട്ടും പഠിച്ചിട്ടില്ല. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇരിക്കണമെന്ന് കാക്കാസി വീണ്ടും നമ്മുടെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. കാക്കാസിയുടെ ടെൻഷൻ കാണുമ്പോ നമ്മുടെ പിള്ളേരുടെ ടെൻഷൻ ഡബിൾ മടങ്ങായിട്ട് വർദ്ധിക്കും. എന്തിനാണ് ഇപ്രകാരം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കൂടെ വില്ലൻ ഉപയോഗിക്കുന്ന ആ ഒരു പുകയുടെ ശക്തി കൂടി വന്ന് അവർക്ക് ഇപ്പൊ പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറും. ദ്വീപിന് ചുറ്റും കടലായതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് ഈസി ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം. പുക കയറി അവരുടെ അടുത്ത് നിൽക്കുന്ന കാക്കാക്ഷിയെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് കാണാൻ പോലും സാധിക്കില്ല. കിഡ്നി, ഹൃദയം, കിടുങ്ങാമണി അങ്ങനെ എല്ലാം ഞാൻ വെട്ടിക്കോരി മടം കാട്ടുന്നു പറഞ്ഞ് വില്ലൻ വലിയൊരു അനൗൺസ്മെന്റ് നടത്തുമ്പോ ഇവിടെ നമ്മുടെ കാക്കാക്ഷി ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിന്ന് കഴിഞ്ഞു. ഞാൻ പറയുന്നത് വരെ ആരും അനങ്ങാൻ പാടില്ല. അനങ്ങിയാലുടൻ അവർ മരിച്ചു പോവും. ബി വെരി കെയർഫുൾ എന്ന് പറയുമ്പോ ഈ കാര്യം കേട്ട് സാസുവിക്ക് ടെൻഷനായിട്ട് ഒരുപക്ഷെ അവൻ എന്നെ മാർക്ക് ചെയ്ത് കൊന്നാലോ, അവന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ സ്വന്തം എന്റെ ജീവൻ കളയുന്നതാണെന്ന് കരുതി അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോ കറക്റ്റ് സമയത്ത് കാക്കാക്ഷി തടയും. എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. 1 മണിക്കൂറല്ല, ഇനി എത്ര മണിക്കൂർ നിൽക്കേണ്ടി വന്നാലും നീ ധീരനാണ്, നിന്നോടൊപ്പം നിന്റെ മാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. കാക്കാഷിയുടെ വാക്കുകൾ കേൾക്കുമ്പോ നമ്മുടെ പിള്ളേർക്ക് കുറച്ചൊന്ന് ആശ്വാസം ആവുമെങ്കിലും അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വില്ലൻ ഇപ്പോ പിള്ളേരുടെ നടുക്ക് വരും. അതായത് കുടിയനപ്പാപ്പന്റെ അടുത്ത്. ഒരൊറ്റ മിനിറ്റില് കാക്കാഷി ടേൺ ചെയ്ത് അവന്റെ കണ്ണുപയോഗിച്ച് കോപ്പി ചെയ്ത് തലയുപയോഗിച്ച് വില്ലനിട്ട് ഒരൊറ്റ ഇടി. വില്ലന്റെ ഒപ്പം ബാക്കിയുള്ള ആൾക്കാരും തെറിച്ച് നാനാപുറം വീഴും. കറക്റ്റായിട്ട് വില്ലന് കുത്തേറ്റെന്ന് കരുതുമ്പോ അവന്റെ ബോഡിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അവന്റെ ടെക്നിക്ക് തിരിച്ചറിയുമ്പോഴേക്കും അവൻ കറങ്ങി നമ്മുടെ കാക്കാഷിക്ക് ഒരൊറ്റ കുത്ത്. അപ്പൊ ദാണ്ട് കിടക്കുന്നു, കാക്കാഷിയുടെ ബോഡിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ചാടും. നമ്മുടെ വില്ലൻസ് നേരത്തെ വെള്ളത്തിൽ പോയി നിൽക്കുമ്പോ തന്നെ കാക്കാഷിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരുന്നു. അവൻ ടെക്നിക്ക് ഉപയോഗിച്ച ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ആളുടെ കണ്ണ് വെച്ച് അതങ്ങനെ തന്നെ കോപ്പി ചെയ്താണ് ഇപ്പൊ തിരികെ അത് പ്രയോഗിച്ചത്. അങ്ങനെ വിജയശ്രീ ലാളിതനായിട്ട് കാക്കാഷി അവന്റെ നിഞ്ച കത്തി ഉപയോഗിച്ചുകൊണ്ട് വില്ലനെ മടക്കി ലോക്ക് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട് നറൂട്ടോ കുട്ടന്റെ ഈ ഒരു എപ്പിസോഡ്? നിങ്ങൾക്ക് ഇഷ്ടായോ? നറൂട്ടോ കുട്ടപ്പന്റെ ഈ ഒരു സീരീസ് എന്തോ വല്ലാത്തൊരു രസമാണ് കാണാൻ. ഈ ഒരു രസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.